ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു എഗ്ഗ്ലെസ് ചോക്ലേറ്റ് കേക്കാണ്. ഈ കേക്ക് നല്ല സോഫ്റ്റാണ്. കേക്ക് മുറിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവുമല്ലോ അല്ലേ? അതുപോലെ ടേസ്റ്റിയുമാണ്. പിന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എന്നാൽ ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഈ ചോക്ലേറ്റ് കേക്ക് ഓവനോ ബീറ്ററോ ഒന്നുമില്ലാതാണ് ഉണ്ടാക്കുന്നത്, അതൊന്നും ഉപയോഗിക്കാതെയാണ് ഉണ്ടാക്കുന്നത്. ഇതിന് ഞാൻ എടുത്തിരിക്കുന്നത് 1 കപ്പ് മൈദയാണ്, 1/4 കപ്പ് പഞ്ചസാര. നമുക്ക് ഈ പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം. 1/4 കപ്പ് കൊക്കോ പൗഡർ, 1/3 കപ്പ് തൈര്. ഇതധികം പുളിയില്ലാത്ത തൈരാണ് എടുത്തിരിക്കുന്നത്. 1/3 കപ്പ് ഓയിൽ, റിഫൈൻഡ് ഓയിലാണ് ഇത്. ഞാൻ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. 1/2 കപ്പ് പാല്. ഇതിൻ്റെ അകത്ത് നമ്മൾ മുട്ട ചേർക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ തൈരൊക്കെ എടുത്തിരിക്കുന്നത്. ഈ പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം. നമുക്ക് ഈ ബൗളിലേക്ക് ഈ പഞ്ചസാര പൊടിച്ചതിടാം. പഞ്ചസാര പൊടിച്ചതിലേക്ക് നമ്മുടെ തൈര് അങ്ങോട്ട് ചേർക്കാം. ഇനി നമുക്ക് കപ്പ് വേണമെന്നൊന്നുമില്ല, മെഷർ ചെയ്യാനായിട്ട് നമുക്കൊരു ഗ്ലാസ് ആയാലും മതി കേട്ടോ. നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാതെ. ഞാൻ പഞ്ചസാര പൊടിച്ചെടുത്തത് പെട്ടെന്ന് ഇതൊന്ന് അലുത്ത് കിട്ടാൻ വേണ്ടിയാണ്. ഇതിലേക്ക് 1/3 കപ്പ് എണ്ണയാണിത്, റിഫൈൻഡ് ഓയിൽ. ഇതും കൂടി ഒഴിക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഒന്നുകൂടെ ബീറ്റ് ചെയ്യണം. ഇത് 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഈ 4/1 കപ്പ് കൊക്കോ പൗഡറും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്യാം. അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെല്ലാം കൂടെ. നമുക്ക് ഈ അരിപ്പയിലിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമ്മുടെ പാല് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. ആദ്യം കുറച്ചൊഴിക്കാം, എന്നിട്ട് വേണം നമുക്ക് പിന്നെ ബാക്കി ചേർത്താൽ മതി. ഒരല്പം കൂടെ നമുക്ക് ചേർക്കാം പാല്.
ഇതുകൂടി അങ്ങ് ഒഴിക്കാം. അരക്കപ്പ് പാല് ചേർത്തിട്ടുണ്ട്. ഇപ്പം കറക്റ്റ് കൺസിസ്റ്റൻസി ആയി. കണ്ടോ, ബട്ടർ പേപ്പറൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാറ്റർ ഒഴിക്കാം. നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്ത് എയർ ബബിൾസ് ഒക്കെ ഉണ്ട്, എല്ലാം ഒന്ന് പോട്ടെ. പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുക്കറാണ് ഇത്. ഞാൻ ഈ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം വെച്ചിരിക്കുന്ന ഒരു കുക്കറാണ്. ഇതിപ്പോൾ ഒരു 45 മിനിറ്റായി ഞാൻ വെച്ചിട്ട്. ഇതാ സൈഡെല്ലാം കണ്ടോ, ആ ബേക്കിംഗ് ടിന്നിൽ നിന്ന് പതുക്കെ വിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പാകം. നമ്മൾ ഒന്ന് നോക്കിയപ്പോൾ അതുപോലെ തന്നെ സ്റ്റിക്കേലെങ്ങൊന്നും പറ്റിയിരുന്നില്ല. നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്.